എല്ലാവർക്കും മൈസർ വ്ലോഗ്സിലേക്ക് സ്വാഗതം ഒരു സാധനം ഗൈസ്. അപ്പൊ ഞാൻ ഇന്നലെ നെറ്റ്ഫ്ലിക്സിൽ നല്ല ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമ കണ്ടിട്ടോ, ആനന്ദ് ശ്രീബാല. കഴിഞ്ഞ വർഷം പറഞ്ഞ സിനിമ ആയിരുന്നു, പക്ഷെ ഞാൻ സിനിമ കണ്ടത് ഈ വർഷമാണ് ഗൈസ്. അത്രയും വീട്ടിൽ നമ്മളെ ഫാമിലിയോടൊപ്പം പടം ഇരുന്ന് കണ്ടു. നല്ല ഉക്രൻ സിനിമ തന്നെയാണ്. ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആണ് ഇതാവണം ഗൈസ്. ഒരുപാട് പടങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും പക്ഷെ ഇത് ഈ പടത്തിന്റെ റേഞ്ച് മാറി. ഒരു സ്ക്രിപ്റ്റിന്റെയും പോരായ്മ വന്നാൽ പിന്നെ പടം നോക്കിയിട്ട് കാര്യം. പക്ഷെ ഇതിന് സ്ക്രിപ്റ്റ് അടിപൊളി സ്ക്രിപ്റ്റ് ആണ്. ഫസ്റ്റ് ഹാഫും അതുപോലെ പടത്തിന്റെ റേഞ്ച് മാറ്റി മറിച്ചത് എവിടെയാണെന്ന് വെച്ചാൽ സെക്കൻഡ് ഹാഫ് ആണ്. അങ്ങനെ കഥ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ലിസ്റ്റും ആരാണ് പ്രതി, ആരാണ് ചെയ്തത്, എന്തിനാണ് ചെയ്തതെന്നൊക്കെ അറിയാൻ വേണ്ടിയുള്ള ഓരോരോ ഓട്ടത്തിലായിരുന്നു ഗൈസ് പടത്തിന്റെ ഫസ്റ്റ് ഹാഫ് മുതൽ സെക്കൻഡ് ഹാഫ് വരെ. പടത്തിൽ എത്തിക്കുന്നുണ്ട്, പിന്നെ അർജുൻ അശോകൻ ചേട്ടനുണ്ട്, പിന്നെ നമ്മളെ സുകന്യ ചേച്ചി ഉണ്ടായിരുന്നു. പണ്ടൊക്കെ മലയാള സിനിമകളൊക്കെ ഉള്ള ഒരു നടിയായിരുന്നു സുകന്യ തന്നെ ചേച്ചി. ആ ചേച്ചിന്റെ അഭിനയം സെറ്റായിരുന്നു. അർജുൻ അശോകൻ ചേട്ടന്റെ ഒരു അമ്മന്റെ ക്യാരക്ടറാണ് ആ ചേച്ചി ചെയ്തത്. അത് ഗംഭീരമായിരുന്നു കേട്ടോ. അത് നല്ല അടിപൊളി ഗംഭീരമായിരുന്നു. നമ്മൾ ഇരുന്നാൽ പിന്നെ നമുക്ക് എണീക്കാൻ പറ്റില്ല. അത്രയ്ക്കും ഈ കഥ എങ്ങോട്ടാ പോകുന്നത് പോലും മനസ്സിലാവുന്നില്ല ഗൈസ്. അത്രയ്ക്കും നല്ല ഗംഭീര സിനിമ തന്നെയാണ് ആനന്ദ് ശ്രീബാല എന്ന് പറയുന്നത്. സ്ക്രിപ്റ്റും സെറ്റാണ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ സെറ്റാണ്, വിഷ്വൽ സെറ്റാണ്, എല്ലാം സെറ്റാണ്. നെഗറ്റീവായിട്ട് പറയാനുള്ള ഒരു കാര്യമില്ല, പോസിറ്റീവായിട്ട് തന്നെ പറയാനുള്ളൂ. എനിക്ക് എല്ലാവരും അഭിനയം സെറ്റായിരുന്നു. അർജുൻ അശോകൻ, സിദ്ദീഖ്, മാളവിക എന്ന് പറയുന്നത് വെച്ചാൽ ഗൈസ് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഗൈസ് എളുപ്പത്തിൽ പറയാൻ പറ്റുന്ന പേര് സുജി എന്നാണ്. ഓക്കെ, നമ്മൾ ജോ എന്ന് പറഞ്ഞ സിനിമ ഗൈസ് കണ്ടതാണ്. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ട സിനിമയാണ് ജോ എന്ന് പറയുന്നത്. ജോ എന്ന സിനിമയിൽ നായികയായിട്ട് അഭിനയിച്ച ഒരു ചേച്ചിയായിരുന്നു മാളവിക. ആ ചേച്ചിന്റെ ഒരു ക്യാരക്ടർ നെയിം ഇപ്പോഴും എന്റെ മൈൻഡിൽ നിന്ന് പോകുന്നില്ല, സുജി എന്ന് പറഞ്ഞത്. അപ്പോൾ എനിക്കെന്ന് വെച്ചാൽ എപ്പോഴും സുജി ചേച്ചി എന്നുള്ള ഒരു ക്യാരക്ടർ നെയിം തന്നെയാണ് മനസ്സിലുള്ളത്. അതുപോലെ തന്നെയാണ് ഈ പടത്തിലും ചെയ്തിരിക്കുന്നത്. ഈ പടത്തിലാകെ കുറച്ച് സീനുകളിലും ആ ചേച്ചി ചെയ്തു, എല്ലാവരും ഗംഭീരമായിട്ട് ചെയ്തു. അതുണ്ടെങ്കിൽ എന്തായാലും നെറ്റ്ഫ്ലിക്സിൽ കയറാം, ആനന്ദ് ശ്രീബാല നടിയ പടം കാണാം. ഉഗ്രൻ സിനിമ തന്നെയാണ് കേട്ടോ. ലാസ്റ്റിലേക്കാണ് ഗൈസ് ഒരു ഉഗ്രൻ നല്ല ട്വിസ്റ്റ് വരുന്നത് ഗൈസ്. അത് സൂപ്പറാണ്, അതിനെ കുറിച്ചൊന്നും പറയാനില്ല, അത് സെറ്റാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോസ് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മളിതുപോലത്തെ വീഡിയോസ് ആയിട്ട് വരുന്ന അത്രയ്ക്കും നല്ല അടിപൊളി സിനിമ തന്നെയാണ് കേട്ടോ. ഇതുപോലെ ത്രില്ലർ സിനിമകൾക്ക് ഗൈസ് വേണ്ടിയല്ല നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമ്മളിതുപോലത്തെ ഈ ത്രില്ലർ സിനിമ കാണും. അത് അതിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ മൈസ്റ്റർ വ്ലോഗ്സ് തന്നെ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. ടേക്ക് ബൈ ഗൈസ്.